وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഒരുമിച്ചുകൂടൽ സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ പെടുത്തി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. പലവിധ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചാണ് നമ്മളൊക്കെ ഈ മജ്ലിസിൽ പങ്കെടുത്തിട്ടുള്ളത്. പല രോഗങ്ങളുണ്ടാവും, പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, പല രീതിയിലുള്ള മുറാദുകൾ മനസ്സിൽ വെച്ചാണ് നിങ്ങളൊക്കെ ഈ മജ്ലിസിൽ പങ്കെടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ നിങ്ങളിവിടെ ഉച്ചരിച്ച മഹാന്മാരായിരിക്കുന്ന സഹാബുൽ ബദറിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ മുറാദുകളും അവൻ ഹാസിലാക്കി തരട്ടെ. അവസാനം മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി കലിമത്തു ഷഹാദയുടെ സാക്ഷ്യത്തോടുകൂടെയുള്ള നല്ല മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതത്തിൽ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഈ ദുന്യാവിനെ ഉപയോഗപ്പെടുത്തിയ ഒരാളായിരുന്നു ഉവൈസുൽ ഖറനി റളിയല്ലാഹു തആല അൻഹു. താബീങ്ങളുടെ നേതാവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പുകഴ്ത്തി പറഞ്ഞ ഒരാളാണ് ഉവൈസുൽ ഖറനി. ദുനിയാവിൽ നിന്ന് ഒരു വിദേശി നമ്മുടെ നാട്ടിലൂടെ യാത്ര പോകുന്ന ഒരാൾ, വാഹനപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരാൾ, അയാൾക്ക് ഈ നാട്ടിൽ നിന്ന് ആവശ്യമായത് അദ്ദേഹത്തിൻ്റെ ഇരുചക്ര വാഹനം കടന്നു പോകാനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമാണ്. ഇവിടുത്തെ ഹോട്ടലുകളോ ഇവിടുത്തെ വിശ്രമ സ്ഥലങ്ങളോ ഒന്നും അയാൾ ഉപയോഗപ്പെടുത്തുന്നില്ല. വളരെ ലളിതമായ ആവശ്യം മാത്രമാണ് ഒരു യാത്രക്കാരന് നമ്മളെ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ ആവശ്യമായിട്ടുള്ളത്. ആ ഇരുചക്ര വാഹനം ഒന്ന് കടന്നു പോകുന്ന ഗ്യാപ്പ്, ഇത്ര മാത്രമാണ് നമ്മളൊക്കെ ദുന്യാവിൽ നിന്ന് ഉപയോഗിക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ ആഖിറത്തിലേക്ക് പാത്തുവെക്കണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. അത് ജീവിതത്തിൽ പകർത്തിയ ഒരാളാണ് മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. അദ്ദേഹം കുപ്പത്തൊട്ടിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആളുകൾ ഭക്ഷണം കൊടുന്ന് വേസ്റ്റാക്കി കൂട്ടിയിടുന്ന ഭക്ഷണം, അത് ഇനി ആർക്കുള്ളതാണ്? നായകൾക്കുള്ളതാണ്, പൂച്ചകൾക്കുള്ളതാണ്, മൃഗാദികൾക്കുള്ളതാണ്. ആ ഭക്ഷണമാണ് മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു കഴിക്കാറുള്ളത്. എന്തേ? ദുന്യാവിൽ നിന്ന് വളരെ കുറച്ച് മാത്രം എടുക്കുക എന്ന തത്വം. അത് ഇസ്ലാമിൻ്റെ ഏറ്റവും മൂല്യമേറിയ ഒരു സംസ്കാരമാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തതുമാണ്. വളരെ സവിശേഷമായി അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് കൊടുത്ത ആളുകൾക്ക് മാത്രമാണ് ദുന്യാവിൽ നിന്ന് ഈ രൂപത്തിലൊക്കെ സുഹൃദ്, പ്രപഞ്ചത്തെ പരിപൂർണമായി ഒഴിവാക്കി ജീവൻ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ മാത്രം ഇവിടെ നിന്ന് ചെയ്തു പോകുന്ന ഒരു രീതി. ആ രീതിയിലൂടെ ജീവിച്ചിരുന്ന മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു കുപ്പത്തൊട്ടിയിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴുകി ശുദ്ധിയാക്കി പ്രയാസപ്പെട്ടതിട്ട് കഴിക്കുമായിരുന്നു. വേസ്റ്റായി കളയുന്ന ഭക്ഷണമാണ്. അതുപോലെ ആ കുപ്പത്തൊട്ടിയിൽ ആളുകൾ വേസ്റ്റാക്കി കൊണ്ടുപോയിടുന്ന കീറിയ തുണിക്കഷ്ണങ്ങൾ, ശീലക്കഷ്ണങ്ങൾ എടുത്തുകൊണ്ടുപോയി തുന്നിക്കൂട്ടി കുപ്പായം ധരിച്ചിരുന്നു. എന്തേ? ദുന്യാവിൽ നിന്ന് ഇത്രയൊക്കെ എടുത്താൽ മതി, ബാക്കിയൊക്കെ ആഖിറത്തിലാണ് നമ്മളൊക്കെ സൗകര്യങ്ങളും സുഖങ്ങളും പ്രതീക്ഷിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നല്ല മാതൃകയാണ് മഹാനർ നമുക്ക് കാണിച്ചു തന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിനുണ്ടായൊരു അനുഭവം, കുപ്പത്തൊട്ടിയുടെ ഒരു ഭാഗത്ത് നിന്ന് നായ ഭക്ഷണം കഴിക്കുന്നു, ഈ ഭാഗത്ത് നിന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു. നായക്കുള്ള ഭക്ഷണമായതുകൊണ്ട് നായ കുരച്ചപ്പോൾ മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്,
കുൽ മിമ്മാ യലീക വ അന ആകുലു മിമ്മാ യലീനി. നിന്റെ അടുത്തുള്ളിരുന്ന് ഇജ്ജ് ഭക്ഷണം കഴിച്ചോ, എൻ്റെ അടുത്തുള്ളിരുന്ന് ഞാൻ കഴിക്കാം. അങ്ങനെയാണല്ലോ. കൂട്ടമായി ഇരുന്ന് ഒരാൾ വലിയ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ അടുത്തുള്ളിന്ന് കഴിക്കണം, ആ ഭാഗത്തുനിന്ന് മാന്താൻ പാടില്ല, അത് ഓൻ്റെ ഓഹരിയാണ്. അപ്പം നായ അദ്ദേഹം ഭക്ഷണം കഴിച്ചപ്പോൾ കുരച്ചു എന്നാണ്. കുരച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുരക്കണ്ട, അല്ല തമ്പഹ്നി, കുരക്കണ്ട, എൻ്റെ അടുത്തുള്ളതെന്ന് ഇജ്ജ് കഴിച്ചോ, എൻ്റെ അടുത്തുള്ളത് ഞാൻ കഴിച്ചോളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കുട്ടി ഭക്ഷണത്തളികയിൽ കൈയിട്ട് വാരിയപ്പോൾ കുൽ മിമ്മാ യലീഖ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടുത്തുനിന്ന് കഴിക്ക്. അപ്പം നായയോട് പറഞ്ഞു, എൻ്റെ അടുത്തുനിന്ന് നീ കഴിക്ക്, എൻ്റെ അടുത്തുനിന്ന് ഞാൻ കഴിച്ചോളാം, കുരക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ച മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹുവിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാണ്. അത്രയേ ഉള്ളൂ. നമ്മൾ അതുപോലെ ഭക്ഷണം കഴിക്കണം എന്നല്ല, നമ്മളുടെ ജീവിത രീതിയിൽ ഇതുകൊണ്ടൊക്കെ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാവണം. അത്ര നമ്മുടെ ജീവിത രീതിയിൽ ഇതൊക്കെ കേട്ടിട്ട് ചെറിയൊരു മാറ്റം ഉണ്ടാവണം. ഈ രൂപത്തിലൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റൂല. പക്ഷേ ഇത് പാഠം ഉൾക്കൊണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു നൂറ്റാണ്ടിൽ വല്ലാതെ ഫള് ചെയ്തപ്പോൾ അതൊക്കെ പലപ്പോഴും ദൂർത്തടിച്ച് കളയുകയും അനാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മുടെയൊക്കെ രീതി മാറിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹം ആ നായയോട് പറഞ്ഞ വേറൊരു കാര്യം, നേരത്തെ നായക്ക് വേണ്ടി പറഞ്ഞാണ്, ഇനി ഞമ്മക്ക് വേണ്ടി പറയുന്നതാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, മഹാനര് ഇങ്ങനെ ഇടങ്ങേറായി ഭക്ഷണം കഴിക്കുമ്പോൾ, പ്രയാസപ്പെട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ, ഇത് ആർക്കാണെങ്കിലും കുപ്പത്തൊട്ടിത്ത ഭക്ഷണമൊന്നും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ, പക്ഷെ ഇത് പ്രയാസപ്പെട്ട അങ്ങനെ കഴിക്കുകയാണ്. എന്തുകൊണ്ട്? സുഖം അൽയൗമു ലഹും വഗദുൽ ലനാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് പല മഹാന്മാരും പറയാറുണ്ട്. ദുന്യാവ് എന്ന് പറഞ്ഞത് അതിൻ്റെ ശരിയായ ഉപയോഗം അത് കാഫിര്യങ്ങൾക്കുള്ളതാണ്, നമുക്കുള്ളതല്ല. മുസ്ലിമീങ്ങൾക്കുള്ളത് നാളെ അവിടെ ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്ന് പല മഹാന്മാരും പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ജീവിതം മാറ്റിയത്. അപ്പോൾ മഹാനര് നായോട് പറയുന്നൊരു വർത്താനം, നീ ഫഇൻ ജുസ്തു അല സിറാത്തി ഫഅന ഖൈറു മിന്നി. സിറാത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സിറ്റുവേഷൻ നമുക്ക് വരാനുണ്ട്. ആ സാഹചര്യത്തിൽ പ്രയാസങ്ങളൊന്നും കൂടാതെ സിറാത്ത് വിട്ടുകടന്ന് അങ്ങോട്ട് സ്വർഗത്തേക്ക് പോയാൽ ഫഅന ഖൈറു മിൻ, ഫഅന ഖൈറു മിൻക, നിന്നെക്കാൾ ഞാനാണടോ ഉത്തമൻ. നായയോട് പറയാണ്, നായയോടാണ് പറയുന്നത്, ഞാനാണ് നിന്നെക്കാൾ ഉത്തമൻ. സിറാത്ത് വിട്ടാണ് കടന്നാൽ, വിട്ട് കടന്നില്ലെങ്കിലോ ഫഅൻത ഖൈറു മിന്നി, നീയാണ് എന്നെക്കാൾ ഉത്തമൻ. എന്തുകൊണ്ട്? നരകത്തിൽ പോയി മേലെ തട്ടിലുള്ളവരുടെ ചീഞ്ചലൊക്കെ കുടിക്കേണ്ട അവസ്ഥ അണക്ക് വരൂലല്ലോ, നിങ്ങളൊക്കെ മണ്ണായി പൊയ്ക്കോളി എന്ന് പറഞ്ഞാൽ അണക്കൊക്കെ അതിൽ രക്ഷപ്പെടാലോ എന്ന് നായയോട് വിലപിക്കുന്നുണ്ട് മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. ഇത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ എപ്പോഴാണ് വിജയിച്ചു എന്ന് പറയാൻ പറ്റുക? നമ്മൾ എപ്പോഴാണ് വിജയിച്ചു എന്ന് പറയാൻ പറ്റുക? സിറാത്ത് വിട്ട് കടന്നാൽ മാത്രമാണ്. അല്ലാതെ എന്ത് വിജയം, എന്ത് സമ്പത്ത്, എന്ത് സ്ഥാനമാനങ്ങൾ, എന്ത് സൗകര്യങ്ങൾ, ഇതുകൊണ്ടൊന്നും നമ്മൾ വിജയിച്ചു എന്ന് പറയാനായിട്ടില്ലല്ലോ. അന്തിമ വിജയം നേടാൻ സാധിക്കണം. ലക്ഷപ്രഭുവാണ്, കോടീശ്വരനാണ്, എന്ത് കാര്യം? ആഖിറത്തിലേക്ക് ചേർത്ത് നോക്കി അതുകൊണ്ടൊക്കെ എന്ത് കാര്യം? അതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, നാളേക്ക് ഡിപ്പോസിറ്റായി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ടെങ്കിലൊക്കെ തിരക്കടില്ല. അല്ലാതെ സമ്പത്ത് കുന്നുകൂട്ടിയിട്ട് എന്ത് കാര്യം? നാളെ ആഖിറത്തിൽ അതുകൊണ്ട് എന്ത് കാര്യം? അപ്പൊ ആഖിറ വിജയമാണ് ഒന്നാമത്തെ വിജയം എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ സ്വയം തിരിച്ചറിയുകയും നമ്മളെ പുതിയ തലമുറക്ക്, കുട്ടികൾക്ക് വിജയം എന്ന് പറയുന്നത് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. വിജയിക്കണം എന്നാണ് നമ്മൾ എല്ലാവരോടും പറയാറുള്ളത്. വിജയിക്കണം, നീ വിജയിക്കും, അങ്ങനെ തന്നെ പറയേണ്ടത്. പക്ഷെ രണ്ട് വിജയമുണ്ട്. ദുന്യാവിൻ്റെ വിജയമുണ്ട്, ആഖിറത്തിൻ്റെ വിജയമുണ്ട്.
ദുന്യാവിന്റെ വിജയത്തിന് വേണ്ടി നമ്മൾ സ്വയം നമ്മൾ ഉത്സാഹം കാണിക്കുന്നവരാണ്, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരുമാണ്. നല്ല കാര്യം. പക്ഷേ ആഖിറത്തിന്റെ കാര്യത്തിൽ, ആഖിറത്തിന്റെ വിജയത്തിൽ ഈ ഉത്സാഹം നമുക്ക് എന്തുകൊണ്ടില്ല? അതല്ലേ അന്തിമ വിജയം. ഈ വിജയത്തിന്റെ സന്തോഷം മാസങ്ങളല്ല. ആഖിറ വിജയമാകുന്ന സ്വർഗത്തിന്റെ സന്തോഷത്തിന് അവധിയുണ്ടോ, പരിധിയുണ്ടോ? ഇവിടെ പരാജയപ്പെട്ടാൽ നമുക്ക് സങ്കടം ഉണ്ടാവും. ആ സങ്കടം ദിവസങ്ങളല്ലേ നിലനിൽക്കൂ. ആഖിറത്തിൽ പരാജയപ്പെട്ട് നരകത്തിലെത്തിയാൽ സങ്കടത്തിന് പരിധിയുണ്ടോ? കരച്ചിലിനും നിലവിളിക്കും അവസാനമുണ്ടോ? അതുകൊണ്ട് ഏറ്റവും പേടിക്കപ്പെടേണ്ട പരാജയം ദുന്യാവിലെ പരാജയമല്ല. നമ്മൾ സ്വയം തിരിച്ചറിയണം, മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഭൗതിക സ്ഥാനങ്ങൾക്കും ഭൗതികമായ ഡിഗ്രികൾക്കും ഭൗതികമായി ലക്ഷങ്ങൾ ശമ്പളം വാങ്ങാനും രാവിലെയും വൈകുന്നവരും കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്ന രക്ഷിതാക്കൾ നാളെ ആഖിറത്തിൽ എൻ്റെ മോൻ സ്വർഗത്തിലാവുമോ നരകത്തിലാവുമോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്ന മെസ്സേജ് മൂലം, അവനക്ക് കൊടുക്കുന്ന പ്രചോദനങ്ങൾ കൊണ്ട് അവൻ വെറും ദുനിയാവിന്റെ ഭൗതിക ചിന്തയിൽ മാത്രം ജീവിച്ച് നാളെ നരകത്തിലേക്ക് പോയാൽ, ഭക്ഷണം പാക്കറ്റാക്കി സ്കൂളിലേക്ക് പറഞ്ഞയച്ച ഉമ്മ നാളെ വിരൽ കടിക്കേണ്ടി വരും. അവൻ പറയും, എൻ്റെ ഉമ്മയാണ് എനിക്ക് ആഖിറ ബോധമില്ലാതെ വളർത്തിയത് എന്ന് പറയും. ആഖിറ ലോകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എളാപ്പേണ്, വല്ലിപ്പേണ്, എൻ്റെ വല്യമ്മേണെന്നൊന്നും പറയാത്ത സ്ഥല. 1 രൂപ തരാനുണ്ടെങ്കിൽ ഉമ്മാന്റെയും വാപ്പാന്റെയും അടുന്ന് വാങ്ങണ സ്ഥല. 1 രൂപ മകൻ കൊടുക്കാനുണ്ടെങ്കിൽ വാപ്പ മകനെ പിടിച്ചു വെച്ച് 1 രൂപ തരാനുണ്ട്, അത് താ എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങുന്ന സ്ഥലമാണ്. എന്തുകൊണ്ട്? തടി സലാമത്താക്കാൻ. നഫ്സി നഫ്സിയുടെ ലോകമാണ് ആഖിറം. അവിടെ വാപ്പയില്ല, അവിടെ മകനില്ല. അപകട സാധ്യത മടുത്താൽ പിന്നെ വാപ്പയും മകനും അവിടെ അല്ല. അവിടെ വല്ലിപ്പയും വല്യമ്മയും ഇല്ല, ഭാര്യയില്ല, ആരുമില്ല. അതുകൊണ്ട് 1 രൂപ തരാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങും. അത് നമ്മൾ സോൾവ് ചെയ്ത് പോയതല്ലേ. 1 റുപ്യൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ അതൊന്നും ഒരു വിഷയമല്ലല്ലോ എന്നൊന്നും പറഞ്ഞാൽ അതൊക്കെ നാട്ടില് ഇത് ആഖിറമാണ്. ഇവിടെ എനിക്ക് 1 രൂപ കിട്ടാനുണ്ട്, അത് തന്നിരിക്കണം. ആരടുത്തൊക്കെ 1 റുപ്യ കിട്ടാനുണ്ടോ അതൊക്കെ വാങ്ങി അത് തരാൻ കഴിയൂല. അപ്പൊ ഹസനത്ത് കിട്ടും. ഓൻ ചെയ്ത നന്മ വാങ്ങും. വാപ്പ ചെയ്ത നന്മ വാങ്ങി മകൻ സ്വർഗത്തിലേക്ക് പോകും. മകൻ ചെയ്ത നന്മ വാങ്ങി വാപ്പ സ്വർഗത്തിലേക്ക് പോകും. സ്വന്തം തടിയാണ് സംരക്ഷിക്കുക. വാപ്പയും മകനും കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ വാപ്പ വിചാരിക്കൂല എന്നെ പിടിച്ചിട്ടെങ്കിലും മോനൊന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കൂല. മറിച്ച് മോനെ പിടിച്ചിട്ട് ഞാൻ രക്ഷപ്പെടട്ടെ എന്നിട്ട് അവനെ രക്ഷപ്പെടുത്താമെന്നാണ് വാപ്പ വിചാരിക്കുന്നത്. വെള്ളത്തിൽ വാപ്പയും മകനും മുങ്ങുമ്പോ മകൻ വിചാരിക്കുന്നത് ഞാൻ ആദ്യം രക്ഷപ്പെടട്ടെ എന്നിട്ട് വാപ്പാനെ രക്ഷപ്പെടുത്താമെന്നാണ്. അല്ലാതെ ഞാനൊന്ന് താഴ്ന്നു കൊടുത്ത് എൻ്റെ മുതുകിൽ ചവിട്ടി വാപ്പ രക്ഷപ്പെടട്ടെ എന്ന് മുങ്ങിത്താഴ്ന്ന ആരും വിചാരിക്കൂല. ഇതാണ് മഹ്ശറിന്റെ അവസ്ഥ. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കുമ്പോ, മക്കൾക്ക് പ്രോത്സാഹനം കൊടുക്കുമ്പോ, ദുന്യാവിന്റെ ഡിഗ്രികൾക്കും സ്ഥാനങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി മക്കളെങ്ങനെ മരണം എന്നൊരു ചിന്തയില്ലാതെ, ആഖിറം എന്നൊരു ബോധവുമില്ലാതെ മക്കളെ വളർത്തിക്കൊണ്ടുപോയാൽ നാളെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത്, മഹ്ശറിൽ വിചാരണയുടെ സമയത്ത് മക്കൾക്ക് പരാതി പറയാനുണ്ടാവുക നമ്മുടെ മേൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമ്മളൊക്കെ കുറച്ചെങ്കിലും ഒരു മിനിമം അന്തമുള്ളവരാവുക എന്നാണ് ഈ വിഷയത്തെ സംബന്ധിയായി പറയാനുള്ളത്. ലോകം മുഴുവൻ കുത്തൊഴുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അരാജകത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത കാലമായി കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കേണ്ട കാലമാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ കുട്ടികള് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വളരെ ബാക്കിലാണ്. ഇനി മദ്രസ 10ഉം +2ഉം പഠിച്ചാൽ തന്നെ കുട്ടിക്ക് ധാർമ്മികമായ ജീവിതം വേണ്ടേ? നിസ്കാരങ്ങൾ വേണ്ടേ? ഇബാദത്തുകൾ വേണ്ടേ? നുണ പറയാത്ത ജീവിതം, മറ്റുള്ളവനെ പറ്റിക്കാത്ത വഞ്ചിക്കാത്ത ജീവിതം, പടച്ചോനെ പേടിയുള്ള ജീവിതം, ഇതൊക്കെ ജീവിതത്തിൽ ആക്കിക്കൊടുത്ത് വളർത്തിയെടുക്കേണ്ടത് മാതാപിതാക്കളാണ്. കേവലം മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് തീർന്നില്ല. മക്കളെ ഈ രൂപത്തിൽ വളർത്തിയെടുക്കാൻ കഴിയണം.
അത് നമ്മുടെ മാതാപിതാക്കളുടെയും വല്യപ്പ വല്യമ്മാന്റെ ഒക്കെ ബാധ്യതയാണ്. എന്നാൽ ആ സമയത്ത് ഇന്ന് വീട്ടിൻ്റെ അകത്തളങ്ങളിൽ ആഖിറം എന്നൊരു വാക്ക്, ഖബർ എന്നൊരു വാക്ക്, മോനെ മരണമുണ്ട് എന്നൊരു വാക്ക്, വീടിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ? വളരെ അടുത്ത് വരാനിരിക്കുന്ന ഒരു സംഗതിയല്ലേ ഇത്. SSLC വരുന്നതിന് മുമ്പ്, +2 പരീക്ഷ വരുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടിക്ക് വരാനുള്ളതല്ലേ മരണം. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. വരാനുള്ള സാധ്യതയുണ്ടല്ലോ, പെട്ടരാനുള്ള സാധ്യതയുണ്ടല്ലോ. എന്നിട്ട് എന്താണ് ഈ രൂപത്തിലുള്ള പ്രോത്സാഹനങ്ങൾ നമ്മൾ മക്കൾക്ക് കൊടുക്കാത്തത്? ഗഫലത്തുൻ അനില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് മറന്ന് ജീവിക്കുന്ന ഒരു ജനതയാണ് ആഖിറു സമാനിൽ ഉണ്ടാവുക. അതാണ് നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ തലമുറ, പുതിയ തലമുറ പ്രത്യേകിച്ചും ആ രൂപത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിനെ കുറിച്ചൊരു ബോധവുമില്ലാതെ. ഇതിന് ഉത്തരവാദികൾ മാതാപിതാക്കൾ തന്നെ, രക്ഷിതാക്കൾ തന്നെ. എന്ത് വിജയങ്ങൾ നേടിയാലും, ഫ്ലക്സിൽ ഫോട്ടോ തൂങ്ങിയാലും, എത്ര A+ നേടിയാലും, 10 A+ നേടി, പോരാത്തതിന് PTA വക 2ഉം മാനേജ്മെന്റിന്റെ വക 2ഉം കൊടുത്ത് 14 A+ ആക്കിയാലും ഖബറിൽ പോയി ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നീടുള്ള കാര്യം കഷ്ടം തന്നെയാണ്. അതുകൊണ്ട് അന്തിമ വിജയത്തെയാണ് മുൻഗണന കൊടുക്കേണ്ടത്. ആഖിറ വിജയത്തെയാണ് മുൻഗണന കൊടുക്കേണ്ടത്. ലോകം മുഴുവൻ സഞ്ചരിക്കുന്നതും എല്ലാവരും ശ്രദ്ധിക്കുന്നതും ഇബ്ലീസ് ചൂണ്ടിക്കാണിക്കുന്നതും എല്ലാം ഒരു സ്ഥലത്തേക്കാണ്. ധാർമ്മികമായ ജീവിതത്തിന് പരിധി വേണമെന്ന് പരിഷ്കൃത പൊതുസമൂഹം പറയുന്നു. ധാർമ്മിക ജീവിതത്തിന് പരിധി വേണം. പൊതുസമൂഹത്തിന്റെ ആവശ്യം, പരിഷ്കരണ സമൂഹത്തിന്റെ, പുതിയ പരിഷ്കൃത സമൂഹത്തിന്റെ ആവശ്യം. ചെറിയ മട്ടത്തിലൊക്കെ ഇങ്ങനെ ഇസ്ലാമീയത്തൊക്കെ ചെറിയ മട്ടത്തിലൊക്കെ ഇങ്ങനെ മതി. പേരിന് റേഷൻ കാർഡിൽ മുസ്ലിം എന്ന് പേര് തിരുത്തി എഴുതണ്ടാത്ത രൂപത്തിൽ ഇങ്ങനെ ഒരു ചെറിയ മുസ്ലിമായി ജീവിച്ചാൽ മതി എന്നാ പരിഷ്കൃത സമൂഹവും മാധ്യമങ്ങളും ചാനലുകാരും സോഷ്യൽ മീഡിയക്കാരും മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ വാഴ്ന്നു പറയുന്നത്. എന്നാൽ മുസ്ലിമീങ്ങളായ ആളുകൾ ഖിബലയാക്കേണ്ടതും തിരിഞ്ഞു നിൽക്കേണ്ടതും സോഷ്യൽ മീഡിയയിലേക്കോ ചാനലുകളിലേക്കോ പത്രമാധ്യമങ്ങളിലേക്കോ പരിഷ്കൃത സമൂഹത്തിലേക്കോ അല്ല. അവർ ഖിബലയാക്കേണ്ടത് ഖുർആനെയും ഹദീസിനെയുമാണ്. ആ രൂപത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമാണ് അന്തിമമായ വിജയമുണ്ടാകുന്നത്. സൂക്ഷ്മതയോടുകൂടെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചോ അങ്ങനെയാണ് മരിക്കുക. എങ്ങനെ ജീവിച്ചോ അങ്ങനെയാണ് മരിക്കുക. എന്ത് പറഞ്ഞാണോ നടക്കുന്നത് അതായിരിക്കും അവസാനം പറയുക. കഞ്ചാവ് വിൽപ്പനക്കാരനായ ഒരാൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ വേണ്ടി പല തവണ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തിട്ടും അയാള് പറഞ്ഞുകൊണ്ടേയിരുന്നു ഹുസ്മ ബി ഫൽസ്. ഒരു ഫൽസിന് പകരം ഒരു കെട്ട്, ഒരു കെട്ടിന് ഒരു ഫൽസ്. നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ ഒരു കെട്ടിന് 10 റുപ്യ എന്ന് പറയുന്ന പോലെ ഒരു കെട്ടിനൊരു ഫൽസ്, ഒരു കെട്ടിനൊരു ഫൽസ്, ഒരു കെട്ടിനൊരു ഫൽസ് എന്നായിരുന്നു മരിക്കണ സമയത്ത് അയാൾ പറഞ്ഞിരുന്നത്. എന്തും മേൽ ജീവിച്ചോ അങ്ങനെ മരിക്കാൻ പറ്റും. നിരന്തരമായി പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ഒരാള് വഫാത്തായ സമയത്ത് ത്വാഹ മാ അൻസൽനൽ ഖുർആന ലിതഷ്ഖാ എന്ന പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടാണ് വഫാത്തായത്. വലിയ ഭാഗ്യമാണ്. ഇതൊക്കെ കണ്ടപ്പോൾ മഹാന്മാരായ ഉലമാ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോളി, നല്ലോണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോളി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ മുറുകെ പിടിച്ചോളി. എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളായി കഴിഞ്ഞാൽ മരിക്കുമ്പോൾ നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാം. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, വീട്ടുജോലികൾ ചെയ്യുമ്പോൾ നാവ് വെറുതെ ഇരിക്കുകയാണ്. പാത്രം മോറാൻ, മുറ്റടിക്കാൻ, വീട് ശുദ്ധിയാക്കാനൊന്നും നാവിൻ്റെ ആവശ്യമില്ല. നാവ് നമുക്ക് ദിക്റിലാക്കി മാറ്റാം, നാവ് സ്വലാത്തിലാക്കി മാറ്റാം. നമ്മൾ വീട്ടുജോലികൾ ചെയ്യുമ്പോൾ അതിനൊക്കെ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചാൽ അതിനൊക്കെ പുണ്യമാണ്. അതിനും പുറമെ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന ഈ നാവ് എപ്പോഴും അള്ളാഹുവിൻ്റെ ദിക്റിലായി ചലിപ്പിച്ചാൽ, സ്വലാത്തിലായി ചലിപ്പിച്ചാൽ, ഇതൊക്കെയാണ് ദുനിയാവ് മുതലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്. ദുനിയാവ് മുതലാക്കാൻ എന്ന ആഗ്രഹമുള്ള ആളുകൾ
ഈ ജീവിതം എനിക്ക് എൻ്റെ റബ്ബ് തന്നത്, നാളെ ഇതിന് പകരം ഞാൻ സ്വർഗം വാങ്ങിയിരിക്കും എന്ന് പിടിവകൾ ചെയ്യേണ്ടത് ദുന്യാവിനെ മുതലാക്കുക. എങ്ങനെ മുതലാക്കുക? എന്ത് പണികൾ ചെയ്യുമ്പോഴും നമ്മളെ നാവ് ഫ്രീ ആണ്. ആ നാവ് നമ്മൾ ദിക്റിലായി സ്വലാത്തിലായി ചലിപ്പിച്ച് എപ്പോഴും ദിക്റിന്റെയും സ്വലാത്തും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഒരാളായി മാറാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മള് ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മളൊക്കെ ബുദ്ധിയില്ലാത്തവരാണ്. നമുക്കൊക്കെ ബുദ്ധിയുണ്ട്, എനിക്കും ബുദ്ധിയുണ്ട്, നിങ്ങൾക്കും ബുദ്ധിയുണ്ട്. പക്ഷെ ആ ബുദ്ധി ഏത് ബുദ്ധിയെന്നറിയോ? ആ ബുദ്ധി ദുന്യവിയായ ബുദ്ധിയാണ്. അതിപ്പോ നമുക്കൊക്കെ ഉണ്ട്, അതാർക്കല്ലാത്ത. അതില്ലാത്തവനോട് ആൾക്കാർ സംസാരിക്കൂല. ദുന്യവിയായ ബുദ്ധി നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ ആ ബുദ്ധിയല്ല നമുക്ക് ശരിക്കും വേണ്ട ബുദ്ധി. ബൾബ് കണ്ടെത്തുന്ന ബുദ്ധി, എമർജൻസി കണ്ടെത്തുന്ന ബുദ്ധി, പുതിയ AI സംവിധാനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോൺ, ഇതൊക്കെ കണ്ടെത്തുന്ന ഒരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധിയല്ല ശരിക്ക് വേണ്ട ബുദ്ധി. ശരിക്ക് വേണ്ട ബുദ്ധി ഉഖ്റവിയായ ഒരു ബുദ്ധിയുണ്ട്. അത് ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ആ ബുദ്ധി ജീവിതത്തിൽ നമ്മൾ വായിച്ചതിനനുസരിച്ച് ഏറ്റവും ബുദ്ധിയുള്ള ആൾ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. കാരണം അത്രയും ലളിതമായി, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുപ്പത്തൊട്ടിയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അത്രയും ലളിതമായിട്ട് ജീവിച്ചു. ഇതാണ് ശരിയായ ബുദ്ധി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിശാലി എന്ന് പറഞ്ഞാൽ ശരീരത്തെ കീഴ്പ്പെടുത്തി, ശരീരത്തെ നിയന്ത്രിച്ച്, വിചാരണ ചെയ്ത കാര്യങ്ങൾ തെറ്റോ ശരിയോ എന്ന് ആലോചിച്ച് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, ആഖിറത്തുക്ക് വേണ്ടിയുള്ള പണിയെടുക്കുക. ഇതാണ് ബുദ്ധിയുള്ളവരുടെ ലക്ഷണം. ഈ ബുദ്ധി, ഇതാണ് ശർഈയായ ബുദ്ധി, ഉഖ്റവിയായ ബുദ്ധി. ഈ ബുദ്ധിയാണ് നമുക്കൊക്കെ വേണ്ടത്. മറ്റേ ബുദ്ധി നമുക്കൊക്കെ ഉണ്ട്, ഉഖ്റവിയായ ബുദ്ധി നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ എന്ത് സമ്പത്താ അല്ലാഹു തന്നിട്ടുള്ളത്? ഇതിനേക്കാൾ വലിയ സമ്പത്ത് കൊടുത്തോല് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പോയത് ഈ ബുദ്ധി ഉണ്ടായതുകൊണ്ടാ. ഇതിനേക്കാൾ വലിയ സൗകര്യങ്ങൾ അല്ലാഹു കൊടുത്ത ആളുകൾ മുഴുവൻ വലിച്ചെറിഞ്ഞ് ഇബാദത്ത്, ജീവിതത്തിന്റെ മുഴുവൻ സമയം ഇബാദത്തിനായി മാറ്റിവെച്ചവരുണ്ട്. ബുദ്ധിയാണ്. ഏത് ബുദ്ധി? നമ്മളെ ഈ ബുദ്ധിയല്ല, മറ്റേ ബുദ്ധി, ആഖിറത്തുക്ക് വേണ്ട ബുദ്ധി. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു രാജകുമാരനായിരുന്നു. രാജകുമാരൻ വാപ്പ മരിച്ചാൽ രാജാവാകേണ്ട ആളാ. വേട്ടയാടുക എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെ പതിവാ. വേട്ടയാടാൻ വേണ്ടി കാട്ടിക്ക് പോയ സമയത്ത് ഒരു വേട്ടമൃഗത്തിനെ പായിപ്പിക്കുന്ന സമയത്താണ് ഒരു അശരീരി കേൾക്കുന്നത്, നിന്നെ ഇങ്ങനെ കളിക്കാനും ചിരിക്കാനും ഒന്നും സൃഷ്ടിച്ചതല്ലല്ലോ എന്ന്. കുറച്ചും കൂടിയും പോയപ്പോൾ അവിടെ ഗവൺമെന്റിന്റെ ആടുകൾ അതിനെ മേച്ചുകൊണ്ട്, തൻ്റെ വാപ്പാന്റെ സ്വത്താണ്, ആടിനെ മേച്ചുകൊണ്ട് ആട്ടിടയൻ പോവാ, വാപ്പാന്റെ മുതല. ആട്ടിടയനോട് പറഞ്ഞു, എൻ്റെ ഡ്രസ്സ് ഉണ്ട് കേട്ട്. ആട്ടിടയന്മാർ ധരിക്കലാ രോമക്കുപ്പായാണ്, വിലയില്ലാത്ത താഴ്ന്ന ജാതി വസ്ത്രം. അതുകൊണ്ട് കേട്ടുകാർ ആ ഡ്രസ്സ് വാങ്ങിയിട്ടിട്ട് രാജകുമാരൻ ആ കോട്ടും സൂട്ടൊക്കെ ഊരി കൊടുത്തിട്ട്, ഇനിജൻ നടന്നോ, ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് ഒരു പോക്ക. രാജകുമാരനായിരുന്ന ഇബ്രാഹിം പിന്നീട് ലോക പണ്ഡിതന്മാരാൽ അറിയപ്പെട്ട സൂഫിയായി മാറി. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. എന്ത് സമ്പത്താ നമുക്കൊക്കെ ഉള്ളത്? അതിന്റെ പിന്നിലാണ് നമ്മൾ കടന്ന് കെട്ടിമറിഞ്ഞ് ഈ ദുന്യാവും ഇല്ലാത്ത ആഖിറും ഇല്ലാത്ത പരിപാടി ചെയ്യണത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിൽ ജീവിച്ച ആളാ. എടുത്ത് വലിച്ചെറിഞ്ഞ് ഇബാദത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചില്ലേ? ഹാറൂനുർ റഷീദ് മഹാനാണ്, വലിയ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ 16 വയസ്സേ ഉള്ളൂ. ആദ്യം ഭരണാധികാരി ആയിരുന്നില്ല. ഈ കുട്ടി അന്ന് നല്ല പഠിച്ചിട്ടുണ്ട്, കിതാബ് ഓതിയിട്ടുണ്ട്, ദർസ് പോയിട്ടുണ്ട്. ആ കുട്ടിയെ ടണം കിട്ടിയപ്പോ കൊട്ടാരത്തിലേക്ക് ഖലീഫ ഹാറൂനുർ റഷീദ് വരുന്നത്. ആ കുട്ടി ഒരു ദിവസം വാപ്പാന്റെ ഭരണാധികാരികളും മന്ത്രിമാരും രാജ്യത്തെ പൗരപ്രമുഖരും ഒക്കെ ഇരിക്കുന്ന ഒരു സദസ്സിലൂടെ ആ കുട്ടി നടന്നു പോവുക. കുട്ടിയുടെ മേത്ത്, ശരീരത്തിലുള്ള വസ്ത്രം പറ്റേ ദരിദ്രർ ധരിക്കുന്ന രോമക്കുപ്പായമാണ്. ആളുകളുടെ ചർച്ചയായി.
ഇത് നമ്മുടെ ഖലീഫക്ക്, ഭരണാധികാരിക്ക് ചീത്തപ്പേരാണല്ലോ ഈ കുട്ടി. ഈ കുട്ടിയുടെ സ്വഭാവം എന്താ? മഹാന്മാരോട് ബന്ധപ്പെടുന്ന ജീവിതമാണ്. ഔലിയാക്കളോടും സ്വാലിഹ്യങ്ങളുടെ അടുത്തൊക്കെ പോയിരുന്ന് അവരോടുള്ളൊരു പ്രത്യേക ബന്ധം ഉണ്ടാക്കിയ കുട്ടിയാ. ഇത് കേട്ടപ്പോ ആ കുട്ടിനെ വിളിച്ചുകൊണ്ട് ഖലീഫാനോട് ഉപദേശിക്കാൻ പറഞ്ഞു. ഖലീഫ വിളിച്ചു, മോനെ ഇവിടെ വാ. ഖലീഫ ഹാറൂനുർ റഷീദ് നല്ല ഭരണാധികാരിയാണ്. പക്ഷെ ഭരണാധികാരി എന്നുള്ള നിലക്ക് ദുനിയാവുമായിട്ട് കുറെയൊക്കെ ബന്ധപ്പെടേണ്ടി വരുമല്ലോ. ആ കുട്ടി പറഞ്ഞു, കുട്ടിനോട് വാപ്പ പറഞ്ഞു, കുട്ടി, നീ ഇവരുടെ മുമ്പിൽ എന്നെ വഷളാക്കിയല്ലോ. നിന്റെ ചേലും കോലൊക്കെ എന്താ? നമ്മളിതൊരു കൊട്ടാരല്ലേ, ഇവിടെ വലിയ വലിയ ഭരണാധികാരികളും നമ്മുടെ മന്ത്രിമാരും ഒക്കെ ഇരിക്കുന്ന സദസ്സിൽ ഇജി കാണാൻ കോലല്ലാത്തൊരു കുപ്പായിട്ട് ഇങ്ങനെ നടന്നാലേ എനിക്ക് നാണക്കടല്ലേ എന്ന് ബഹുമാനപ്പെട്ട ഖലീഫയോട് കുട്ടി പറയാണ്. അപ്പോ വാപ്പ ഈ സങ്കടം, വാപ്പാക്ക് ഇത് വല്ലാത്ത ടെൻഷനായി. കുട്ടിയുടെ ഈ ഒരു ചേലുംകോൽ. ഉടനെ കുട്ടി ചെയ്തൊരു കാര്യമുണ്ട്. കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ നോക്കി, ദൂരെ ഇരിക്കുന്ന ഒരു കിളി, ആ കിളിയോട് ഇങ്ങനെ കുട്ടി പറയാ, കിളിയെ, നിന്നെ സൃഷ്ടിച്ച യജമാനനായിരിക്കുന്ന റബ്ബുണ്ട്. ആ റബ്ബിനെ വെച്ച് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ എൻ്റെ കയ്യിൽ വന്നിരിക്കണം. പറഞ്ഞ താമസം കിളി വന്ന് കുട്ടിയുടെ കയ്യിലിരുന്നു. മഹാനായ അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു ഇർഷാദുൽ യാഫിയിൽ പറയാ. എന്നിട്ട് കിളിനോട് പറഞ്ഞു, അവിടെ തന്നെ പോയിരിക്കൂ. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. അള്ളാഹുവിനെ പേടിക്കുന്നവരെല്ലാവരും പേടിക്കും. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയെ വഴക്കി കൊടുക്കും. കാറ്റ് പോലും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വഴങ്ങി കൊടുത്തിരുന്നു. മൃഗങ്ങളും ജിന്നുകളും സർവ്വ സൃഷ്ടികളും അള്ളാഹുവിൻ്റെ മഹാന്മാർക്ക് വഴങ്ങും. അതൊരു കിളിയൊന്നുമല്ല, എന്തും വഴങ്ങും. പിന്നീട് ആ കിളിയോട് പറഞ്ഞു, അള്ളാഹു നിന്നെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കട്ടെ, എൻ്റെ വാപ്പയാണ് ഈ നിൽക്കുന്നത്, വാപ്പാന്റെ കയ്യിലൊന്ന് വന്നിരിക്കണം. കിളി വന്നില്ല. എന്നിട്ട് വാപ്പാനോട് പറഞ്ഞു, വാപ്പാ, ആ കിളിന്റെ മുമ്പിൽ നിങ്ങൾ എന്നെ വഷളാക്കിയില്ലേ? എൻ്റെ കയ്യിൽ വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ കിളി ഇരുന്നല്ലോ, നിങ്ങളെ കയ്യിലിരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നില്ല. കിളിയുടെ മുമ്പിൽ നിങ്ങൾ എന്നെ വഷളാക്കിയില്ലേ? നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, നിങ്ങൾക്ക് ദുന്യാവിനോടുള്ള ബന്ധം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാണ്. എനിക്ക് കൊട്ടാരത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ദുന്യാവുമായിട്ട് വല്ലാതെ ബന്ധപ്പെടുകയും സുഖങ്ങൾ കൂടുകയും ചെയ്യും. നല്ല നിലക്ക് അവിടെ തന്നെ നിന്നിക്കണമെങ്കിൽ അടുത്ത ഭരണാധികാരി ആവേണ്ട ആളാണ് ഈ മോൻ. ആ മോൻ വാപ്പാനോട് പറയാണ്, ഇന്നി ഉഫാരിഖുക്, വാപ്പ ഞാൻ പോവാണ്. ഒന്നുമല്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൊട്ടാരത്തിലെ ഭക്ഷണവും കൊട്ടാരത്തിലെ ജീവിത രീതികളൊക്കെ ആവുമ്പോൾ എനിക്കത് വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് സ്വർഗത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, അതിന് കുറച്ചൊക്കെ ഇവിടെ ത്യാഗം മാറുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഭരണാധികാരി, ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരി ഖലീഫ ഹാറൂനുർ റഷീദിന്റെ 16 വയസ്സുള്ള മകൻ. ഇത് ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞമ്മക്കുള്ള ബുദ്ധിയല്ലത്, ഇത് ഉഖ്റവിയായൊരു ബുദ്ധിയാണ്. അല്ലാഹ് എന്ന് കൽബിൽ ശരിക്ക് കേറി, സ്വർഗം അത് തലക്ക് പിടിച്ചു. നരകത്തുനിന്ന് രക്ഷപ്പെടണം, അതാണല്ലോ നമ്മളെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഭീതി. അതിന്ന് രക്ഷപ്പെടണം. അതിനിവിടെ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നർത്ഥം. ആ കുട്ടി ബസറയിലേക്ക് പോയി, തേപ്പിന് പോയി. തേപ്പിന് വല്ല പണിയുണ്ടായിരുന്നോ? സുഖമായി അവിടെ ഇരുന്നാ പോരെ. തേപ്പിന് പോയി. ശനിയാഴ്ച മാത്രം തേക്കാൻ പോവും. അന്ന് കിട്ടണ ചില്ലറ കാശ് കൊണ്ട് 7 ദിവസം ജീവിക്കും. പിറ്റത്തെ ശനിയാഴ്ച വീണ്ടും പണിക്കൂ. ആര്? ഭരണാധികാരിയുടെ കുട്ടി. എന്തേ ഈ കുട്ടിക്ക് ഉണ്ടായ
ഈ കുട്ടിക്കുണ്ടായ സാധനം എന്ന് പറഞ്ഞ ബുദ്ധിയാണ്, ഉഹ്റവിയായ ബുദ്ധി. റസൂലുള്ള പഠിപ്പിച്ചൊരു ബുദ്ധി ഉണ്ട്. ആ ബുദ്ധി പണിയെടുത്ത് ജീവിച്ചു. ചെറുപ്പത്തിൽ തന്നെ മരിക്കുകയും ചെയ്തു. മരിക്കണ സമയത്ത് ഒരു ഇഷ്ടികമ്മ തല വെച്ചിങ്ങനെ സക്കറാത്തുൽ മൗത്ത് അനുഭവിക്കുകയാണ്. മഹാനായ അബൂ ആമിർ റളിയല്ലാഹു അൻഹു കുട്ടിനെ അന്വേഷിച്ച് ചെന്നു. കാണാൻ ചെന്നപ്പോ ഈ രംഗ കാണുന്നത്. ഈ ഇഷ്ടികമ്മ തല വെച്ചാ കിടക്കണത്. ആ തല എടുത്തിട്ട് മടിയിൽ വെച്ചു കൊടുത്തു. ഒന്ന് സുഖം ഉണ്ടായിക്കോട്ടെ, അവസാനെങ്കിലും ഒരു സുഖം. ഉടനെ തല മാറ്റിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് വേണ്ട, തല ഇഷ്ടികമ്മ തന്നെ വെക്കണം, ഈ സുഖം വേണ്ട, ഈ സുഖം വേണ്ട. ഈ സുഖം എടുക്കുന്നത് തെറ്റാണോ? തെറ്റൊന്നല്ല. ഇത് അവരുടെ ദുന്യാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ ദുന്യാവിന്റെ സ്ഥാനം എന്താണ്? ചത്ത ചെവിയില്ലാത്ത ചത്ത ആടിനേക്കാൾ വില കുറഞ്ഞതാണ് ദുന്യാവ് അള്ളാഹിന്റെ അടുക്കൽ. ഇതാണ് ഓല് കാണിച്ചു തരുന്നത്. ഈ ദുന്യാവിലുള്ള ഭൂമികളും കൊട്ടാരങ്ങളും യൂണിവേഴ്സിറ്റികളും എല്ലാം കൂടിയാൽ, ഇനി അതിൻ്റെ ഒരു 10 ഇരട്ടിയും കൂടിയും കൂടിയാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ സ്ഥാനമുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞതാണ് ഈ കുട്ടി. അതുകൊണ്ട് ഇഷ്ടികമ്മ തല വെച്ചെന്നെ കിടന്നാൽ മതി, മടിയിൽ തല വെച്ച് കിടക്കണ സുഖം എനിക്ക് വേണ്ട. അല്ല, ഇപ്പൊ സുഖത്തിന്റെ കുറവുകൊണ്ട് വന്നല്ലോ, കൊട്ടാരത്തിൽ സുഖമായി കിടക്കണോടൊന്ന് നീച്ചു വന്നല്ലേ, വന്നത് സുഖിക്കാതിരിക്കാൻ വന്നല്ലേ. അതുകൊണ്ട് ഇനിയിപ്പോ ആ മടി കിടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇഷ്ടികമ്മ തന്നെ കിടക്കാൻ തീരുമാനിച്ചു. അവിടുന്ന് ആ കുട്ടി അബൂ ആമിറിനോട് വസിയത്ത് ചെയ്യുന്നുണ്ട്, ഞാൻ മരിച്ചാൽ എൻ്റെ ഈ ഡ്രസ്സിട്ട് എന്നെ കഫൻ ചെയ്യണം, ഈ ഡ്രസ്സ് തന്നെ എന്നെ കഫൻ ചെയ്യണം. എൻ്റെ മോതിരം അതെനിക്ക് വാപ്പ തന്നതാണ്, ലക്ഷങ്ങൾ വിലയുള്ള മോതിരം. വാപ്പ ഉമ്മാന്റെ അടുത്ത് കൊടുത്തിട്ട് ഇതാ ചെക്കന് കൊടുത്തോളാന്ന് പറഞ്ഞ് തന്ന മോതിരാണ് അത്. അതുപോലെ എൻ്റെ ഈ ഖുർആാനിൻ്റെ മോതിരം കൊണ്ടുപോയി വാപ്പാനെ ഏൽപ്പിക്കണം, വാപ്പാനെ തന്നെ ഏൽപ്പിക്കണം, വേറൊരാൾ കൈമാറ്റം ചെയ്ത് കൊടുക്കരുത് എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്ത് പറഞ്ഞയച്ചു എന്നാണ്. അബൂ ആമിർ കൊട്ടാരത്തിൽ പോയി. 1000 സൈന്യ വ്യൂഹത്തിന്റെ ഇടയിലാണ്, 10,000 സൈനിക വ്യൂഹത്തിന്റെ 10,000 പടയാളികളുടെ ഇടയിലാണ് ഖലീഫ വരുന്നത്. അബൂ ആമിർ ഒരു കുന്നുമേൽ കയറി നിന്ന് വിളിച്ചു പറഞ്ഞു, ഒരു കുട്ടി എനിക്കൊരു സാധനം തരാൻ പറഞ്ഞിട്ടുണ്ട്. ഖലീഫ നിർത്തി, സൈന്യം നിർത്തി, കൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെന്ന് ഇയാളെ വിളിപ്പിച്ചു. കുട്ടി തന്ന മുസാഫും മോതിരം കൊടുത്തപ്പോ അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കണ്ണിന്ന് ഇങ്ങനെ വെള്ളം ചാടിച്ച്, എൻ്റെ കുട്ടി മരിച്ചുപോയോ ചോദിച്ചു. എൻ്റെ കുട്ടിനെ നിങ്ങളാണോ കഫൻ ചെയ്ത് ചോദിച്ചു. ഞാനാ കഫൻ ചെയ്തെന്ന് പറഞ്ഞു. നിങ്ങളെ കയ്യ് തരൂ എന്ന് പറഞ്ഞാൽ കയ്യ് വാങ്ങി ഖലീഫ നെഞ്ചത്ത് വെച്ചിട്ട്, എങ്ങനെയാണ് റസൂലുള്ളാന്റെ കുടുംബത്തിൽപ്പെട്ട പ്രതാപിയായിരിക്കുന്ന കൊട്ടാരത്തിൽ ജീവിക്കേണ്ട അത്യുന്നതനായിരിക്കുന്ന ഒരു കുട്ടി ഞങ്ങൾ കഫൻ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ആ കയ്യ് വാങ്ങിയിട്ട് നെഞ്ചത്ത് വെക്കുന്നുണ്ട് ഖലീഫ. ആ കുട്ടി വാപ്പാക്കൊരു ഉപദേശം, എൻ്റെ വാപ്പാനോടൊന്ന് പോയി പറയണം, നിങ്ങൾ ലാ തമൂതന്ന അലാ ഗഫ്ലതിക ഹാദി, നിങ്ങൾ വാപ്പാ ഭരണാധികാരിയൊക്കെ തന്നെയാണ്, പക്ഷേ നിങ്ങളുടെ ഈ അശ്രദ്ധയുടെ സമയത്ത് മരിച്ചു പോണത് ശ്രദ്ധിക്കണം. മരണം കൊളർക്കാത്ത സമയത്ത് മരണം വരും. കുറച്ച് ദിവസം വിശ്രമ ജീവിതത്തിലൊക്കെ ആയി തൗബി ഇസ്തിഗ്ഫാറൊക്കെ കഴിഞ്ഞ് കുറച്ച് ഖുർആനൊക്കെ ഓതി മരണം വരികയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണം വരും. നിങ്ങൾ പേടിക്കണം വാപ്പാ. നിങ്ങൾ ഈ ദുന്യാവുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളായതുകൊണ്ട് ബോധമില്ലാത്ത അശ്രദ്ധയുടെ സമയത്ത് മരണം വരുന്ന നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വസിയത്ത് കുട്ടി വാപ്പാക്ക് കൊടുത്തയക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുട്ടിക്കൊക്കെ ഉള്ളത് എന്താണ് നമുക്കില്ലാത്തത്? ഉഖ്റവിയായ ബുദ്ധി. ആ ബുദ്ധിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ആ ബുദ്ധി നമുക്ക് ഉണ്ടാവണം. ആ ബുദ്ധി നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവണം. നമ്മളത് നമ്മളെ കുട്ടികൾക്കും പുതിയ സമൂഹത്തിനും പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികളെ വലിയ സ്ഥാനമാനങ്ങളും കിരീടങ്ങളും കാണിച്ചു കൊടുത്ത് അതിലേക്ക് ഇങ്ങനെ പറത്തി വിടുന്നതിന് പകരം ആത്മീയമായ ധാർമ്മികമായ മതനിഷ്ഠകൾ പാലിച്ചുകൊണ്ടുള്ളൊരു ജീവിതം കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ കുട്ടികൾ നാളെ നമ്മളെ കുറ്റപ്പെടുത്തും. എൻ്റെ ഉമ്മ എനിക്ക് നരകത്തെ സംബന്ധിച്ച് പറഞ്ഞു തന്നിട്ടില്ല. ചെറുപ്പത്തിൽ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, കുട്ടികൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ലാതെ എനിക്ക് പക്വത വന്നതിന് ശേഷം എൻ്റെ ഉമ്മ നരകത്തെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല, സ്വർഗത്തെ സംബന്ധിച്ചും പറഞ്ഞു തന്നിട്ടില്ല, ഖബറിനെ കുറിച്ചും പറഞ്ഞു തന്നിട്ടില്ല.
മരണത്തെക്കുറിച്ചും പറഞ്ഞു തന്നിട്ടില്ല എന്നീ കുട്ടി കുറ്റപ്പെടുത്തുന്നത് മാതാപിതാക്കളായിരിക്കും. ഇന്ന് സമൂഹം മുഴുവൻ ഓടുന്നത് എന്തിൻ്റെ പിന്നാലെയാണ്? സ്ഥാനമാനങ്ങളുടെ പിന്നാലെയാണ്. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങണം. അതിനുവേണ്ടി കുട്ടിയെ ധാർമ്മികതയില്ലാത്ത ജീവിതം ജീവിപ്പിച്ച്, നിസ്കാരമില്ലാത്ത ജീവിതം, നിസ്കാരം ഖളാക്കുന്ന ജീവിതം, നോമ്പില്ലാത്ത ജീവിതം, ബാധ്യതകൾ വീട്ടാത്ത ജീവിതം, ഹറാമുകൾ ചെയ്യുന്ന ജീവിതം പഠിപ്പിച്ച് അതിനു വേണ്ടി കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നു. നമുക്ക് യാതൊരു പ്രയാസത്തിലില്ല, ഒരു പ്രയാസമോ ഒരു സങ്കോചമോ ഇതിൽ നമുക്ക് അനുഭവപ്പെടുന്നില്ല. എന്തുകൊണ്ട്? സമൂഹം മുഴുവൻ എങ്ങനെയാണ്? നമ്മൾ അതിൽ ലയിച്ച ഒരു അംഗം മാത്രമാണ്. സമൂഹം മൊത്തം എങ്ങനെയാണ്? അതിൽ ലയിച്ച ഒരാൾ മാത്രമാണ് നമ്മൾ. അതുകൊണ്ട് നമുക്കിതൊരു പ്രശ്നമായി തോന്നണില്ല. ഈ നിസ്കാരമില്ലാത്ത കുട്ടി, നോമ്പില്ലാത്ത കുട്ടി, ഇവൻ നാളെ എവിടേക്കാണ്? ഇവൻ നരകത്തിൽ കരിയാനുള്ള ആളാണ്. ഇതെന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? അതുകൂടി കിട്ടുന്ന ഒരു പഠനം എന്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല? എല്ലാവർക്കും വേണ്ടത് ഭൗതികമായ സുഖങ്ങളാണ്, എല്ലാവർക്കും വേണ്ടത് വലിയ ജോലികളാണ്, എല്ലാവർക്കും വേണ്ടത് വലിയ ശമ്പളങ്ങളാണ്. സമ്പന്നനാവാൻ വേണ്ടി നമ്മൾ മത്സരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പറഞ്ഞാൽ പ്രയാസാവരുത്. 500 കൊല്ലം വ്യത്യാസമുണ്ടാവും സ്വർഗത്തിൽ പോകാൻ സമ്പന്നനും ഫഖീറും തമ്മിൽ. സമ്പന്നനാവാൻ മത്സരിക്കേണ്ട കാര്യമില്ല. 500 കൊല്ലത്തെ ഇടപാട്, 500 കൊല്ലത്തെ വ്യത്യാസം സമ്പന്നനും ഫഖീറും സ്വർഗത്തിൽ പോകാൻ ഉണ്ടാവും. അതെന്തേ? മഹാനായ അബ്ദുല്ലാഹിബിന്, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു കോടീശ്വരനാണ്. അദ്ദേഹത്തിന് പോലും, അദ്ദേഹത്തിന്റെ കണക്കിലും അദ്ദേഹത്തിന്റെ ചെയ്തികളിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്നാലും ചെറിയ താമസം അദ്ദേഹത്തിന് പോലും എടുക്കും എന്ന് മഹാന്മാർ പറയുന്നു. വലിയ സമ്പന്നനായി കഴിഞ്ഞാൽ 500 കൊല്ലം പാവപ്പെട്ടവനും ഖനിയും ഫഖീറും തമ്മിൽ 500 കൊല്ലത്തെ വ്യത്യാസം സ്വർഗത്തിൽ പോകാനുണ്ടായിരിക്കും. വളരെ കൃത്യമായ ഹദീസ്. ഇതിനെങ്ങനെ വ്യാഖ്യാനിക്കും? നമുക്ക് അനുകൂലമാകുന്ന രൂപത്തിൽ എങ്ങനെ വ്യാഖ്യാനിക്കും? അതുകൊണ്ട് വലിയ സമ്പന്നനാവാൻ വേണ്ടി മത്സരിക്കണ്ട. ആഖിറത്തിൽ ക്യൂ നിൽക്കേണ്ടി വരും, താമസം പിടിക്കും, സ്വർഗത്തിൽ പോകാൻ താമസം പിടിക്കും. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ അതിനുവേണ്ടി മത്സരിക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി കുട്ടികളെ ഓവർലോഡാക്കി പഠിപ്പിച്ച് തല കുത്തി മറിച്ചേണ്ട ആവശ്യമില്ല. ഇവിടെ വലിയ ഖനിയായി കഴിഞ്ഞാൽ, കാരണം കുറെ ബില്ല് കൊടുക്കണ്ടാവും, കണക്ക് ശരിയാക്കിയിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. ഒരുപാട് കണക്കുണ്ടാവും ശരിയാക്കാൻ. KSBയിൽ കറണ്ടിന് ബില്ലടക്കാൻ പോകുമ്പോൾ കാണുന്നത് പോലെ ചില ആളുകൾ വേം പോരും, ചില ആളുകൾ കുറേ നേരം കഴിയും. അപ്പൊ എന്താ? ഓൻ കാണാൻ ഒരു കെട്ടേറ്റ് വന്നിക്കണ പഞ്ചായത്ത് മൊത്തം അയച്ച്. ഇതുപോലെ സമ്പന്നൻക്കും അവന്റെ കെട്ടേറ്റ വരണ്ടാവുക. ഈ കണക്ക് മുഴുവൻ എഴുതി തീർന്നാൽ, അതിന്റെ വിചാരണ മുഴുവൻ കഴിഞ്ഞാലാണ് സ്വർഗത്ത് പോകാൻ പറ്റുക. സ്വർഗത്ത് പോണ ആളാണെങ്കിൽ പോകാൻ പറ്റില്ല. 500 കൊല്ലത്തെ വ്യത്യാസം ഉണ്ടാവുമെന്ന് സ്വഹീഹായ ഹദീസ്. അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു അന്തം നമുക്ക് വേണം. കാഫിര്യങ്ങൾ ഈ ദുന്യാവിന് ഉപയോഗപ്പെടുന്ന പോലെ മുസ്ലിമീങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുന്യാവിന്റെ സൗകര്യങ്ങളും സുഖങ്ങളും അതൊക്കെ കാഫിര്യങ്ങൾ എടുത്തോട്ടേർന്ന് വിട്ടേച്ചതാണ്. അതുകൊണ്ട് മഹാന്മാരായിരിക്കുന്ന അമ്പിയാക്കൾ ഇവിടുത്തെ സുഖങ്ങൾ പരമാവധി എടുത്തിട്ടില്ല, ഔലിയാക്കൾ എടുത്തിട്ടില്ല, സജ്ജനങ്ങളായിരിക്കുന്ന ഒരുപാട് ഉഖ്റവിയായ ഉലമാ സ്വാലിഹ്യങ്ങൾ എടുത്തിട്ടില്ല. അവരൊക്കെ അത്യാവശ്യമായത് മാത്രം എടുത്ത് ജീവിച്ചു. ഇതിനു വേണ്ടി തല കുത്തി മറിയേണ്ടതില്ല. നാളെ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. ഒരു 10 രൂപ പോലും പേഴ്സിലാക്കി തൊക്കിൽ വെച്ച് നമ്മളെ കഫൻ ചെയ്യപ്പെടില്ല. നാളെ ഖബറിൽ എന്താണ് ഉപകാരപ്പെടുന്നത് അത് ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുക. എല്ലാവരും ഓടുന്നതിന്റെ പിന്നാലെ നമ്മൾ ഓടേണ്ടതില്ല. നമ്മളൊക്കെ ബുദ്ധിയുള്ളവരാവുക, ചിന്താശേഷിയുള്ളവരാവുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുപോയ നമ്മുടെ അയിമ്മത്തുൽ ഉലമാ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ ചിന്താശേഷിയുള്ളവരാവുക, തിരിച്ചറിവുള്ളവരാവുക. ഏത് ജോലികൾ ചെയ്യുമ്പോഴും അള്ളാഹുവിനെ ലക്ഷ്യമാക്കി ജോലി ചെയ്യുക. ബിസിനസ് ചെയ്യുമ്പോൾ എൻ്റെ കുടുംബം പോറ്റാനും എൻ്റെ കുടുംബം പുലർത്താനും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കാതിരിക്കാനുമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്ന നല്ല നിയ്യത്തിൽ എന്തും ചെയ്യുക. എന്നാൽ അതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം തരും. അത് ഏത് ജോലി, ഹലാലായ ഏത് ജോലിയാണെങ്കിലും. ഇങ്ങനെ നല്ല ബോധത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു സജ്ജനങ്ങളുടെ കൂട്ടത്തിലായി നമുക്കൊക്കെ ജീവിക്കാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പുതിയ കാലത്ത് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ
ഞാൻ ഈ പറയുന്ന അഭിപ്രായങ്ങൾ നിങ്ങളും പറയും. എന്തൊക്കെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊന്നും പറയാതിരിക്കാൻ നല്ലത്. കാരണം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അതൊക്കെ നമുക്ക് ഡീമോട്ടിവേഷനായി പോവും. നമ്മളെ മനസ്സ് ചിലപ്പോൾ അതിലേക്ക് ആകർഷണീയമായി പോവും. കല്യാണങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകൾ, കല്യാണം ഉണ്ടായാലും അല്ലെങ്കിലും നടക്കുന്നുണ്ട്, കല്യാണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും നടക്കുന്നുണ്ട്. കല്യാണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം അതൊരു പരിശുദ്ധമായ സുന്നത്തിന്റെ കർമ്മം കൂടി ആയതുകൊണ്ടാണ്. പേക്കൂത്തുകൾ അല്ലാതെ നടക്കുന്നുണ്ട്. കല്യാണവുമായി ബന്ധപ്പെട്ട് സ്റ്റേജുകൾ സ്ത്രീകൾ കൈയടക്കുന്ന ഒരവസ്ഥ. സ്ത്രീകൾ സ്റ്റേജുകൾ കൈയടക്കുന്നു. ഇപ്പൊ ഒരു നിക്കാഹിന്, ഒരു കല്യാണത്തിന് പോയാൽ സ്റ്റേജുമേ എല്ലാവരെയൊക്കെ ക്ഷണിച്ച് ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും ഉമറായിനൊക്കെ ക്ഷണിച്ച് ഇരുത്തുന്നത് ഇനി പെണ്ണുങ്ങളാണ്. പുതിയ കാലത്ത് പൈൻ്റൊക്കെ അടിച്ച് വൃത്തിയായി വന്ന പെൺകുട്ടികൾ, പാട്ട് പാടാൻ സ്റ്റേജിൽ പെൺകുട്ടികൾ പ്രത്യക്ഷപ്പെടുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉമ്മത്തിന് അവസാനം ഖസ്ഫ് വരാനുണ്ട്, മസ്ഖ് വരാനുണ്ട്. എന്താണത്? ഭൂമിയാകെ തല കുത്തിമറിയുക, പ്രകമ്പനങ്ങൾ ഉണ്ടാകുക, മനുഷ്യന്മാരൊക്കെ ഭൂമിൻ്റെ അടി കാഴ്ന്നു പോവുക, മനുഷ്യന്മാർ പലപ്പോഴും കുരങ്ങുകളായി രൂപാന്തരപ്പെടുക. ഖിയാമത്ത് നാളിൻ്റെ അടയാളം. എപ്പോഴാണതുണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി പെണ്ണുങ്ങൾ പാട്ടുപാടുന്ന കാലം വരണമെന്നാണ്. ഇദാ ലഹറത്തിൽ ഖൈനാതു, പാട്ടുപാടുന്ന പെണ്ണുങ്ങൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, ഇന്ന് കല്യാണ സ്റ്റേജുകളിലൊക്കെ ഒരുവിധം പാട്ടുകളാണ്. നിക്കാഹിന്റെ സദസ്സുകൾ നടക്കുന്നതിന് മുമ്പോ ശേഷമോ സ്ത്രീകൾ സ്റ്റേജുമ്മ കയറി പാട്ടുപാടുകയാണ്. സോഷ്യൽ മീഡിയയിൽ ആളുകൾ മത്സരിക്കുന്നത് തൻ്റെ ഭാര്യയുടെ ഔറത്ത് കാണിച്ചു കൊടുത്ത് കാണാനുള്ള ആളുകളുടെ എണ്ണം കൂട്ടാനാണ്. വൃത്തികേടിന്റെ ലോകം ഇനി ഏത് ലോകമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്നൊരു ലോകമുണ്ടെങ്കിൽ, ഒരു കാലമുണ്ടെങ്കിൽ, ഇനി ഏത് കാലത്തെയാണ് പ്രതീക്ഷിക്കേണ്ടത്? വ്യഭിചാരം റോഡ് സൈഡിൽ വെച്ച് നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈമാനുള്ള ഒരു മനുഷ്യൻ വന്ന് ഇവിടെ നിന്ന് മാറി ചെയ്തൂടെ എന്ന് പറയും. ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സമീപത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ വിടുന്ന സമയത്ത് +2-ലോ 10ാം ക്ലാസ്സിലോ ഡിഗ്രിക്കോ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ആ വഴിക്കൊന്ന് പോയാൽ ഞാൻ പറഞ്ഞതിൻ്റെ പൗതി കാണാൻ പറ്റും. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നെ കാണും. പൗതി കാണാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകളെ കൂട്ടാനും കാശുണ്ടാക്കാനും സ്വന്തം ഭാര്യമാരെയും പെങ്ങന്മാരെയും പ്രദർശനത്തിന് വെക്കുന്നു. അവരെ ഔറത്തുകൾ വെളിവാക്കപ്പെടുന്നു. എന്നിട്ട് അതുമ്മ കാശുണ്ടാക്കി ജീവിക്കുന്ന ഒരു സൈസ് വന്യമൃഗങ്ങളാകുന്ന മനുഷ്യന്മാർ ലോകം ഭരിക്കുന്ന, കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അവരെന്നെയാണല്ലോ ഇൻഫ്ലുവൻസേഴ്സ്. അവരാണ് സമൂഹത്തെ ദിശനിർണയം നടത്തുന്ന ആളുകൾ. ഇത്തരക്കാർ, ഈ മൃഗങ്ങളാണ് സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, സോഷ്യൽ മീഡിയ നയിക്കുന്ന ആളുകളുടെയും ചാനലുകളുടെയും പത്രമാധ്യമങ്ങളുടെയും പിന്നാലെ പോയാൽ ഇരുട്ട് മാത്രമേ കാണാൻ കഴിയൂ. ആഖിറം കാണില്ല, ഖബർ കാണില്ല, സ്വർഗ നരകത്തെക്കുറിച്ച് ചിന്ത കാണില്ല. ഇരുട്ട് മാത്രമാണ് അവസാനം കാണാൻ സാധിക്കുക. എന്തെന്നില്ലാത്ത ലോകം, ധാർമ്മികതയില്ലാത്ത ലോകം, മനുഷ്യത്വമില്ലാത്ത ലോകം, വിശ്വാസമില്ലാത്ത ലോകം, ആരോടും കടപ്പാടില്ലാത്ത ലോകം, ആരോടും ബാധ്യതയില്ലാത്ത ലോകം. ഇതാണ് മുന്നിൽ കാണുന്നത്. ഈ വഴിക്ക് പോയാൽ, അതാണ് ആ വഴിക്ക് പോണ്ട എന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്ന ഒരു റൂട്ടുണ്ട് മുസ്ലിമിന്. ആ റൂട്ടിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. പുതിയ കാലത്തിന്റെ പുതിയ സംവിധാനങ്ങളുടെയൊക്കെ പിന്നാലെ ലക്ഷ്യബോധമില്ലാതെ സഞ്ചരിക്കുമ്പോൾ അപകടം പറ്റും. ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ലക്ഷ്യബോധമില്ലാതെ സഞ്ചരിച്ചാൽ അപകടത്തിൽപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ അവൻ തഖ്വ നൽകി അനുഗ്രഹിക്കട്ടെ. ആഖിർ സമാന്റെ ഫിത്നകളിലും പ്രയാസങ്ങളിലും പെടാതെ ഈമാൻ സലാമത്തായി മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇത്തരം ഫിത്നകളും പ്രയാസങ്ങളും ഇനി ആരെയും ബാധിക്കാതിരിക്കില്ല എന്നൊരു ഘട്ടം വരുമ്പോൾ അതിനു മുമ്പ് അല്ലാഹു നമ്മളൊക്കെ ഈമാനോടുകൂടെ നമ്മുടെ കുടുംബങ്ങളെയും മക്കളൊക്കെ അല്ലാഹു മരിപ്പിക്കട്ടെ. സ്വാലിഹ്യങ്ങളിൽ അല്ലാഹു അവരെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിന്റെ അവകാശികളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി അമലുകൾ ചെയ്യാൻ, സ്വർഗത്തിന് വേണ്ടുന്ന അമലുകൾ ചെയ്യാൻ, സ്വർഗം നേടാൻ, ഖബറിലും മഹ്ശറിലും സിറാത്തിലും സുഖമായി കടന്നു പോകാൻ
ആവശ്യമായ പണികൾ ചെയ്യാനുള്ള തൗഫീഖും മനസ്സും കരുത്തും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പലവിധ രോഗങ്ങൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല രോഗങ്ങളൊക്കെ ശിഫയാക്കി തരട്ടെ. നമ്മുടെ മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. തഖ്വയോടുകൂടെ പടച്ച റബ്ബിനെ പേടിച്ച് അവസാനം നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായിരിക്കുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ഉലമാ ഒക്കെ വഫാത്തായതുപോലെ കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച്, അല്ലെങ്കിൽ ഖുർആനോദി, അല്ലെങ്കിൽ സുജൂദിൽ കടന്ന്, അല്ലെങ്കിൽ നിസ്കാരത്തിലായിരിക്കെ റബ്ബിന്റെ സ്മരണയിലും ദിക്റിലുമായിരിക്കെ നല്ല നിലക്ക് മരണപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. أعوذ بالشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال، حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. رحمن الرحيم മായ രാജ സയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ അല്ലാഹുവേ, ഞങ്ങളുടെ പരിശുദ്ധ മജ്ലിസ് കബൂലാക്കണേ അല്ലാഹ്. സാലിഹായ അമലായി കബൂലാക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ഓതിയതും ചൊല്ലിയതുമായ അതൊക്കെ കബൂലാക്കണേ റഹ്മാനെ. മഹാന്മാരായ ബദരീങ്ങളുടെ പേര് പറഞ്ഞതിനെ കബൂലാക്കണേ റഹ്മാനെ. നസീഹത്ത് കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നന്മകൾ എഴുതിയ കിതാബിൽ കാണപ്പെടുന്ന അമലാക്കണേ റഹ്മാനെ. എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഞങ്ങൾ ഈ പരിശുദ്ധ മജ്ലിസിലേക്ക് വന്നതെങ്കിൽ അതൊക്കെ നീ ഹാസിലാക്കണേ റഹ്മാനെ. എല്ലാ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ റഹ്മാനെ. മുഴുവൻ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലുമുള്ള രോഗികൾക്ക് പരിപൂർണ ശിഫ നൽകണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. വല്ല രോഗങ്ങളുടെയും അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ പരിശുദ്ധ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരായ ബദരീങ്ങൾ അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ടതൊക്കെ നീ തട്ടിമാറ്റണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ആക്സിഡന്റ് പോലത്തെ കീറി മുറിക്കേണ്ട അപകടങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ശരീരം റോഡിൽ ചിന്നച്ചിതറ് കിടക്കുന്ന അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ദിനേന ഞങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണല്ലോ റഹ്മാനെ. അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ.
ഞങ്ങളുടെ വാഹനത്തിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. കുടുംബത്തിൽ മക്കളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. വീട്ടിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ജീവിക്കുന്ന കാലമത്രയും നിന്റെ ത്വഅത്തിലായി നിനക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ലഅനത്താക്കപ്പെട്ട ഇബ്ലീസിനെ തൊട്ടുകാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ആയുരാരോഗ്യം നൽകണേ റഹ്മാനെ. ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഈ മജ്ലിസിൻ്റെ ബറക്കത്തിന് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. വിശിഷ്യ ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറവിട്ട് കിടക്കുന്ന ഖബറാളികളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്ന ഖബറാക്കണേ റഹ്മാനെ. ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി അവരുടെ ഖബറിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളെ പെറ്റുപോറ്റിയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ലത്തിലെ ദീനീ സ്ഥാപനങ്ങളെ സഹകരിക്കുന്നവർ നീ കബൂലാക്കണേ റഹ്മാനെ. നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ചുകൊണ്ട് നിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നവരാണല്ലോ റഹ്മാനെ. അവരെ കബൂലാക്കണേ അല്ലാഹ്. അവരുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സമ്പത്തിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഭാര്യ സന്താനങ്ങളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ലത്തിനെ സഹായിക്കുന്ന ഒരുപാട് വിദേശികളായവരുണ്ട് റഹ്മാനെ. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ തട്ടിമാറ്റണേ റഹ്മാനെ. ഖൈർ നൽകണേ റഹ്മാനെ. സ്വർഗത്തിൻ്റെ അവകാശികളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ജഹന്നമെന്ന നരകം ഞങ്ങൾക്ക് ഹറാമാക്കണേ റഹ്മാനെ. സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോട് കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗം കണ്ട് ഹബീബിൻ്റെ ഫോട്ടോ കണ്ട് മരിക്കുന്നവർ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസിനെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാഹ്. സ്വർഗാവകാശികളിൽ നൽകണേ റഹ്മാനെ. കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. ഇന്ന് ഈ മജ്ലിസിൽ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവരുടെയൊക്കെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റഹ്മാനെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങളെ സഹകരിക്കുന്നവർ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ഉമ്മമാർ ഉപ്പമാർ അവർക്ക് വസ്ത്രം നൽകുന്നവരെ നീ കബൂലാക്കണേ അല്ലാഹ്. ശരീരത്തിലെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഊരവേദനയുള്ളവരുണ്ട്, ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ളവരുണ്ട്, അതൊക്കെ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാഹ്. സ്വർഗീയ വസ്ത്രങ്ങൾ നൽകണേ റഹ്മാനെ. സ്വർഗീയ വിരുപ്പുകൾ നൽകണേ റഹ്മാനെ. മഹ്ശറ വൻസബയിൽ ആരുമില്ലാത്ത സമയത്ത് വലയുന്ന സമയത്ത് ഹബീബിൻ്റെ ശഫാഅത്ത് നൽകണേ റഹ്മാനെ. മഹാന്മാരായ ബദരീങ്ങൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മഹ്ശറ വൻസബയിൽ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തട്ടി മാറ്റണേ റഹ്മാനെ. ഹബീബിൻ്റെ ജിവാറിലായി സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും മക്കത്ത് ചെന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഹബീബിൻ്റെ ജാര ചെന്ന് സ്വലാത്തും സലാമും ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. പോയവർക്ക് വീണ്ടും പോകാനും പോകാത്തവർക്ക് ഒരു വട്ടമെങ്കിലും അവിടെ ചെല്ലാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈമാൻ ശക്തി നൽകണേ റഹ്മാനെ. ഈമാൻ ചോർന്നു പോകുന്ന അവസ്ഥയെ തൊട്ടുകാത്ത് രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസ് കബൂലാക്കണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.
سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.